Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇന്ന് നമ്മൾ പറയണത് മൂന്നാമത്തെ അധ്യായമാണ്, 12ാമത്തെ സ്കന്ധത്തിലെ മൂന്നാമത്തെ അധ്യായമാണ് പറയണത്. ഇതിൽ പറയണത് ഭഗവാൻ ഈ ഭൂമീനെ നമ്മൾ മനുഷ്യന്മാർ എൻ്റെ ഭൂമിയാണ്, എൻ്റെ സ്ഥലമാണ്, എൻ്റെ വീടാണ്, എൻ്റെ ഫ്ലാറ്റാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ സ്വന്തമാക്കി വെക്കും. പക്ഷേ ഭൂമിക്ക് നല്ല നിശ്ചയമുണ്ട്. ഭൂമി എവിടെയെന്നല്ല, ഭൂമി ഭഗവാന്റെയാണ്. ഭൂമിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വളച്ച് കെട്ടണു, വേലി കെട്ടണു, മതിൽ കെട്ടണു, പലതും ചെയ്യണു, ഇങ്ങോട്ട് കടക്കാൻ പാടില്ല എന്ന് പറയണു. എന്തൊക്കെ പറഞ്ഞാലും ഭൂമിക്ക് അറിയാം ഭൂമി ഭഗവാന്റെയാണെന്ന്. അങ്ങനെ വെറുതെ ഇങ്ങനെ എൻ്റെയാണ് എന്ന് പറഞ്ഞിരിക്കണു. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നോക്കിക്കോളൂ. ഇപ്പോൾ ഒരാൾക്ക് ഒരു 10 സെൻറ്റ് സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ മുത്തശ്ശന് 10 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അത് മുത്തശ്ശൻ്റെ കാലം വരെ മുത്തശ്ശൻ്റെ പേരിട്ടാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് ആ മുത്തശ്ശൻ്റെ കാലം കഴിഞ്ഞ് അതെന്ത് ചെയ്തു, അയാളുടെ മകൻ്റെ പേരിട്ടായിപ്പോയി. അപ്പം മുത്തശ്ശൻ മരിച്ചുപോയി, ഭൂമി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അത് ആരും കൊണ്ടുപോയിട്ടില്ല. ആ സ്ഥലത്ത് അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ആളുടെ പേര് മാറി. അയാളുടെ കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ ഭൂമിയായിരുന്നെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ കേശവൻകുട്ടിയേട്ടൻ്റെ ഭൂമിയാവും. ആ കേശവൻകുട്ടിയേട്ടൻ്റെ ഭൂമി നമ്മൾ വിറ്റ് കഴിഞ്ഞാലും അത് വേറെ വല്ലവരുടെ ഭൂമിയാവും, രാമൻകുട്ടിയേട്ടൻ്റെ ഭൂമിയാവും. അങ്ങനെ പറ്റുള്ളൂ. അതങ്ങനെ മാറി മാറി വരിക എന്നല്ലാതെ കണ്ട ആൾക്കാർ മാറി പോവാന്നല്ലാണ്ട് ഭൂമിക്ക് ഒരു മാറ്റവും സംഭവിക്കണില്ല. ആൾക്കാർ പക്ഷെ ഇത് എൻ്റെയാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇത് എൻ്റെയാണ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ തമ്മിൽ തല്ലുകൂടി അത് ആർക്കും കൊടുക്കാണ്ട് കൈ പിടിച്ച് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരു സ്വഭാവമാണ് ജനങ്ങൾക്ക് ഉണ്ടാവുക. അതൊന്നും അയാൾ കൊണ്ടുപോകണില്ല. അയാൾ മരിച്ചു പോകുമ്പോൾ ഈ ഭൂമിയും കൊണ്ടുപോകണില്ല. ഒരു ഊടുതുണി പോലും കൊണ്ടുപോകാൻ പറ്റാതെ കൊണ്ടാണ് നമ്മൾ പോവുക. അങ്ങനെ മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോവില്ല എന്ന് പരീക്ഷിത്ത് മഹാരാജാവിനോട് പറഞ്ഞു കൊടുക്കണത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ വൈരാഗ്യം വർദ്ധിച്ചോട്ടെ പരീക്ഷിത്തിന്. ഇനി മരിക്കാൻ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ പരീക്ഷത്തിനെ. അപ്പോൾ പറയാണ്, ഇപ്പം വൈരാഗ്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരാൾ ഒന്നും കൊണ്ടുപോവില്ല, ഒരു സാധനം കൊണ്ടുപോവില്ല. ഒക്കെ നമ്മുടെ എത്രയോ ഫ്ലാറ്റുകൾ ഓരോരുത്തരും അടച്ച് പൂട്ടിയിട്ടിരിക്കുക. കേരളത്തിലെ അത്ര ഏറ്റവും കൂടുതൽ ഫ്ലാറ്റ് പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലം. കാശും കൊടുത്ത് കണ്ടമാനം കാശും കൊടുത്ത് അതും മേടിച്ച്, എന്നിട്ടോ ജനങ്ങൾ മുഴുവനും റോട്ടിലാണ് കിടന്നുറങ്ങണത്. കാരണം ജനങ്ങൾക്ക് വീടില്ല കിടക്കാൻ. പക്ഷെ ഫ്ലാറ്റുകൾ എത്ര പൂട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ എൻ്റെ കുട്ടിക്ക് മാത്രമുള്ളതാണ്. ആ ഉണ്ണി എവിടെയോ പോയിരിക്കുന്നുണ്ട്. അയാൾ ഇവിടെ ഒന്നല്ല, അയാൾ കേരളത്തിലേ അല്ല, അയാൾ ദുബായിലോ അമേരിക്കയിലോ വേറെ എവിടെയും കണ്ടാണ്. എന്നാലും ശരി, എൻ്റെ ഉണ്ണി വന്നിട്ട് ചെയ്താലോ, ഫ്ലാറ്റ് പൂട്ടിയിട്ടിരിക്കുക. അങ്ങനെ എല്ലാം എൻ്റെ എന്ന് പറഞ്ഞ് ഇരിക്കാന്നല്ലാതെ ഉണ്ട് ഒരു കാര്യമില്ല. അയാൾ ചിലപ്പോൾ അമേരിക്കയിൽ കിടന്ന് ചത്തുപോയിട്ടുണ്ടാവും. അയാൾ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ കൂടി ഉണ്ടാവില്ല. വല്ല കാര്യം ഉണ്ടാവുമോ? ഒരു കാര്യമില്ല അതിന്. അതാണ് പറഞ്ഞ് മനസ്സിലാക്കി തരണേ. അതുകൊണ്ട് അത് വിചാരിച്ചിട്ട് വൈരാഗ്യം വർദ്ധിക്കട്ടെ എന്നാണ് പറയണത്. അപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുകയാണ്. അത് മനസ്സിലായി. പിന്നെ അതേമാതിരി തന്നെ ജനങ്ങളൊക്കെ ദുഷ്ടന്മാരാവുമെന്ന് പറയും. കലിയുടെ മൂർധന്യ അവസ്ഥയിൽ എല്ലാ കാര്യങ്ങളും പറയണം. അപ്പോൾ ഇതെങ്ങനെയാണ് ചോദിക്കുകയാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ പറയാണ്, ഓരോരോ കാലത്തിൽ ഓരോരോ ധർമ്മങ്ങളാണ് ഉണ്ടാവുക. 4 ധർമ്മമാണ്. ധർമ്മദേവന്റെ 4 കാലാണ്. കൃതയുഗത്തിൽ സത്യം, ദയ, ദാനം, തപസ് ഇതൊക്കെയാണ് ഉണ്ടാവുക. ഓരോ യുഗം കഴിയുന്തോറും ഓരോ കാല് പോകും. അങ്ങനെ പോയി കലിയുഗത്തിലെ ധർമ്മദേവൻ വളരെ കഷ്ടപ്പെടും. പാദം വെച്ചിട്ട് പോകുന്നാണ് പറയണത്. സത്യവും ദയയും ദാനവും തപസ്സും എല്ലാ സംഭവങ്ങളും അത് മുഴുവൻ അവസാനിച്ച് പോകും. അങ്ങനെ അവസാനം എന്താവും, കലിയുഗം ആകുമ്പോഴേക്കും ദ്വാപരയുഗത്തിലെ ധർമ്മദേവന് 2 കാലേ ഉണ്ടാവുള്ളൂ. അതിലേ നിൽക്കാൻ പറ്റുള്ളൂ. ജനങ്ങളാണെങ്കിലോ പേര്, പണം, പ്രശസ്തി എന്നുള്ളതിൽ കടന്നിട്ട് ആദ്യത്തെ സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. കൃതയുഗത്തിൽ കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങുകയും ത്രേതായുഗത്തിലാണെങ്കിൽ 3 കാലേ ഉള്ളൂ. ആ ത്രേതായുഗത്തിൽ 3 കാലിൽ ജനങ്ങൾക്ക് മോഹം, ഹിംസ ഇതൊക്കെയാണ് വേണ്ടത്. അതൊക്കെ തുടങ്ങും. അവരിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വന്നു തുടങ്ങി ദ്വാപരയുഗം ആകുമ്പോഴേക്കും 2 കാലേ ഉണ്ടാവുള്ളൂ. അപ്പോഴൊക്കെ നമ്മൾ തന്നെയാണ് പണവും
അതാണ് പ്രശസ്തിയും പണത്തിലുമാണ് ദ്വാപരയുഗത്തിലുള്ള ആൾക്കാരുണ്ടാവുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഢ്യന്മാരായിരിക്കുക അങ്ങനെയൊക്കെയുള്ള കൂട്ടത്തിൽ പെട്ടവരാ. അത് കഴിഞ്ഞ് കലിയുഗം ആകുമ്പോഴേക്കും അയാൾക്ക് ഒരു കാലേ ഉണ്ടാവുള്ളൂ. അതും ആൾക്കാർ തല്ലി 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 സത്യം എന്നുള്ള കാലമാണ് കലിയുഗത്തിൽ കുറച്ചു കാലം ഉണ്ടാവുക. ധർമ്മം സത്യമൊക്കെയാണ് ഉണ്ടാവുക. അതും ആൾക്കാരെന്ത് ചെയ്യും? തല്ലി കളയും. അങ്ങനെ അയാൾക്ക് കാലേ ഉണ്ടാവില്ല. കലിയുഗം അവസാനം ആകുമ്പോഴേക്കും അയാളുടെ കാലൊക്കെ തല്ലി കളഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അതോ കളവ് വഞ്ചന ഒക്കെ കൂടി കൂടി വന്ന് ജനങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാവും. അതായത് ജനങ്ങളങ്ങനെയാണ്. ജനങ്ങളുടെ അഭിരുചി വരിക ഈ ശോകമോഹങ്ങള്, ഉറക്കം, കിടന്നുറങ്ങുക, മടി, പിന്നെ വിഷം അടങ്ങിയിട്ടുള്ള ഭക്ഷണം, ഇതൊക്കെയാണ് ഉണ്ടാവുക. അവസാനം മനുഷ്യന് ഉണ്ടാവുക. അവസാനം കലി ഭയങ്കര അധികം ശക്തി പ്രാപിച്ച് മനുഷ്യനെ കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കലിയുടെ ശക്തി പ്രാപിച്ചത് വയ്യും തോറും ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്ത അവസ്ഥ, അതിവൃഷ്ടി അനാവൃഷ്ടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മനുഷ്യൻ്റെ സ്വരൂപം മാറിയിട്ട് സ്വഭാവവും സ്വരൂപവും ഒക്കെ പിശാചുക്കളെ മാതിരിയും ഒരു മനുഷ്യൻ മറ്റേ മനുഷ്യനെ തന്നെ പിടിച്ച് തിന്നും. അത്രയധികം രൂക്ഷമായി തീരും. പിന്നെ കൊല്ലാനും കൊലയും ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ടായാലും മറ്റവനെ കൊല്ലും. ഒരു സംശയമില്ലാതെ കൊണ്ട് അയാളെ ഇങ്ങോട്ട് കൊല്ലും. അങ്ങനെ പക്ഷേ ഇത്രയൊക്കെ അപകടം പിടിച്ചതാണ് കലിയുഗമെങ്കിലും പറയാണ് കൃതയുഗത്തിൽ ധ്യാനം കൊണ്ടാണ് ഭഗവാനെ സേവിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ദ്വാപരയുഗത്തിൽ പൂജ കൊണ്ടാണ്, ത്രേതായുഗത്തിൽ യാഗം കൊണ്ട്, കൃതയുഗത്തിലെ ധ്യാനം കൊണ്ട്, ത്രേതായുഗത്തിലെ യാഗം കൊണ്ട്, ദ്വാപരയുഗത്തിലെ പൂജ കൊണ്ട്, കലിയുഗത്തിലെ നാമസങ്കീർത്തനം എന്നുകൊണ്ടാണ് ഭഗവാനെ സേവിക്കേണ്ടത്. അതുകൊണ്ട് നാമസങ്കീർത്തനം ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്ക് കലി ബാധിക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കലിയുഗത്തിലെ ഏറ്റവും നല്ല യുഗം, പൂന്താനം അതാ പാടിയത്, ഏറ്റവും നല്ല യുഗം കലിയുഗമാണല്ലോ എന്ന് പറയില്ലേ പൂന്താനം. കാരണം എന്താ? ഈ നാമസങ്കീർത്തനം ഒന്നുകൊണ്ട് മാത്രം മതി നമുക്ക് മോക്ഷം കിട്ടാൻ. ബാക്കിയുള്ളതിലൊക്കെ പണിയെടുക്കണം കുറച്ച് നല്ലോണം. ഇവിടെ പണി വളരെ കുറവ് എടുക്കുന്നുണ്ട്. അതും കുറച്ച് പണിയെടുത്താൽ മതി, ധാരാളം ഫലം കിട്ടും ചെയ്യും. അപ്പോൾ അതല്ലേ നല്ലത്. അങ്ങനെ അവർ പറയാണ്, അങ്ങനെ ജപിക്കുന്നവർക്കാണ് ആ കരുണാമയൻ ആയ ഭഗവാൻ ജീവനെ രക്ഷിക്കണത്. അതുകൊണ്ട് കലിയുഗം നല്ല യുഗമാണ്. കലിയുഗത്തിൽ വിചാരിച്ചത്ര പേടിക്കൊന്നും വേണ്ട. നാമസങ്കീർത്തനം ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. നാമസങ്കീർത്തനം നിരന്തരം ജപിച്ചാൽ കലിദോഷം ബാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കലിയുടെ മഹാത്മ്യം കൂടിയും പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. കലിയുഗത്തിൽ നാമസങ്കീർത്തനം ചെയ്യാണ്. കലിസന്ധരോപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്ത് ഉണ്ട്. അതാണ് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇതാണ് കലിയിൽ ജപിക്കേണ്ട നാമം. അത് ജപിക്കാൻ വലിയ വിഷമമൊന്നുമില്ലല്ലോ. ദിവസേന അതിന് സമയമോ മുഹൂർത്തമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും എപ്പോഴൊക്കെയാണോ അപ്പോൾ ഒക്കെ അത് ജപിച്ചുകൊണ്ടിരിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇത് ജപിച്ചും കൊണ്ട് നടക്കേണ്ട അവിടത്തേക്ക് കലി ബാധിക്കില്ല. ഇനി ദോശ ഉണ്ടാക്കിയാലും ഇഡ്ഡലി ഉണ്ടാക്കിയാലും തുണി തിരുമ്പായാലും കുളിക്കുകയായാലും എന്ത് പണിയെടുക്കുകയായാലും നമ്മൾ ഈ നാമം ജപിച്ചും കൊണ്ടിരിക്കുകയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കണ്ട് ഈ കലികാലത്ത് നമുക്ക് സുഖമായി ജീവിക്കാം എന്ന് പറഞ്ഞും കൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കണത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഇന്ന് നമ്മൾ പറയുന്നത് അധ്യായം 4 ആണ്. 4-ാമത്തെ അധ്യായത്തിൽ പരീക്ഷത്തിന്
വൈരാഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് 4 തരത്തിലുള്ള പ്രളയങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ്. നിത്യം, നൈമിത്തികം, പ്രാകൃതികം, ആത്യന്തികം, ഇങ്ങനെ 4 തരത്തിലുള്ള പ്രളയങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ദിവസേന നശിച്ചുകൊണ്ടിരിക്കുന്നു, അതിന് നിത്യപ്രളയം എന്ന് പറഞ്ഞിരുന്നു. അതായത് ഇപ്പോൾ വളക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിലുള്ള എണ്ണയും തിരിയും ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സ്പീഡ് കാരണം നമുക്ക് മനസ്സിലാവില്ലെന്നേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതൊക്കെ തീർന്നു എന്ന്, അല്ലേ? വളക്ക് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൽ എണ്ണ തീർന്നു. പക്ഷെ എണ്ണ തീരണത് നമ്മൾ കാണില്ല, തീർന്നു എന്നേ കാണുള്ളൂ, തീരുന്നോണ്ടിരിക്കുന്നത് നമ്മൾ കാണില്ല. അതിൻ്റെ ആ സ്പീഡ് കാരണമാണ് അത് കാണാത്തത്. അങ്ങനെ അതിനെ എന്താ പറയുക, നിത്യപ്രളയം എന്ന് പറയുന്നത്. അതുമാതിരി നമ്മുടെ ശരീരം ദിവസേന നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ആ സ്പീഡ് കാരണം നമുക്ക് മനസ്സിലാവില്ല. ദിവസം എത്രയോ ശരീരത്തിലുള്ള കോശങ്ങൾ മാറി മാറി വരണം, അങ്ങനെയൊക്കെ പലതും പറയുന്നുണ്ടല്ലോ. അത് നിത്യപ്രളയമാണ്. അത് നമുക്ക് മനസ്സിലാവില്ല എന്ന് പറയാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, കുറേ കാലം കഴിഞ്ഞാൽ 1000 ചതുർയുഗങ്ങൾ കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ പകൽ കഴിഞ്ഞിട്ട് രാത്രിയാകും. ഈ കാലത്ത് എന്താ പറയുക, ത്രിലോകങ്ങളും പ്രളയജലത്തിലും മുങ്ങും. ഈ പ്രളയത്തിനെയാണ് എന്ത് പറയുക, നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത്. ബ്രഹ്മാവിൻ്റെ 1000 ചതുർയുഗങ്ങൾ കഴിഞ്ഞ് വരുന്ന രാത്രിയിൽ, പകൽ കഴിഞ്ഞ് രാത്രി ബ്രഹ്മാവ് ഉറങ്ങുമ്പോൾ ഒരു പ്രളയം വരും. അതിനെയാണ് നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത്. ഈ ബ്രഹ്മാവിൻ്റെ 2 പരാർത്ഥം ആയുസ് മുഴുവൻ കഴിഞ്ഞു. ബ്രഹ്മാവിൻ്റെ 2 പരാർത്ഥമാണ് ആയുസ്സുള്ളത്. ആയുസ് മുഴുവൻ കഴിഞ്ഞിട്ട് ഒരു പ്രളയം വരും. എന്നിട്ട് എല്ലാം മുങ്ങിപ്പോവും, ബ്രഹ്മാവും ആൾക്കാരും എല്ലാം ഭൂമിയൊക്കെ മുങ്ങിപ്പോവും. അതിനെയാണ് പ്രാകൃതിക പ്രളയം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആത്യന്തിക പ്രളയം, അതാണ്. അത് എന്നേക്കുമായിട്ട് എല്ലാം മുഴുവൻ നശിച്ചു പോവും, എല്ലാം നശിച്ചു പോവും. ഇത് ആ ബ്രഹ്മാവും ആ ബ്രഹ്മാണ്ടവും മാത്രമേ നശിക്കുള്ളൂ. അനേകായിരം കോടി ബ്രഹ്മാണ്ടങ്ങളിലുള്ള ഒരു ബ്രഹ്മാണ്ടം നശിക്കുന്നതാണ് പ്രാകൃതിക പ്രളയം എന്ന് പറയുന്നത്. ഇതല്ല, അനേക കോടി പ്രമാണ്ടങ്ങൾ നശിച്ച് ഈ ഒന്നും ഉണ്ടാവില്ല, അവസാനം ഭഗവാൻ മാത്രം അവശേഷിക്കും. അതിനെയാണ് ആത്യന്തിക പ്രളയം എന്ന് പറയുന്നത്. ആദ്യം ഉണ്ടായത് ഭഗവാനാണ്, അവസാനം ഉണ്ടാവുന്നത് ഭഗവാനാണ്. അങ്ങനെ ഏറ്റവും അവസാനം ഉണ്ടാവണ ആ പ്രളയത്തിനെയാണ്, ഭഗവാൻ മാത്രം അവശേഷിക്കുന്ന പ്രളയത്തിനെയാണ് ആത്യന്തിക പ്രളയം എന്ന് പറയണത്. എന്ന് പറഞ്ഞിട്ടുള്ള 4 പ്രളയങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അത് എല്ലാം നശിച്ചു പോവും എന്ന് പറയാം. എന്നിട്ട് പറയാണ് ഈ പ്രകൃതി തന്നെ ഭഗവാനാണ്. നമുക്ക് മനസ്സിലാവണില്ല. ഇപ്പോൾ ഒരു കുടം മണ്ണുകൊണ്ടല്ലേ ഉണ്ടാക്കിയിട്ടുണ്ടാവുക, പക്ഷേ ആ കുടത്തിനെ മണ്ണാണ് എന്ന് നമുക്ക് മനസ്സിലാവില്ല, നമ്മളത് അംഗീകരിക്കാൻ തയ്യാറല്ല. അതേമാതിരി കുടവും കലവും സാധനങ്ങളും മണ്ണ് കൊണ്ടുണ്ടാക്കണ ധാരാളം മൺപാത്രങ്ങളുണ്ട്, അതൊക്കെ മണ്ണ് തന്നെയാണ്, അത് നമ്മൾ സമ്മതിക്കില്ല. അതേമാതിരി മുണ്ടുകൾ, അത് നൂല് കൊണ്ടല്ലേ ഉണ്ടാക്കിയിരിക്കണേ, ആ നൂല് തന്നെയാണ് മുണ്ട് എന്ന് നമ്മൾ പറയില്ല, അത് നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ തിരിച്ചറിഞ്ഞ് അതിനെ മനസ്സിലാക്കി അങ്ങനെ ജീവിക്കണം. എന്നിട്ട് എന്ത് പറയണം, ഈ പ്രകൃതി മുഴുവൻ ഭഗവാനാണ് എന്ന് മനസ്സിലാക്കണം എൻ്റെ പരീക്ഷത്തെ എന്നാണ് പറഞ്ഞു നടക്കണേ. അങ്ങനെയുള്ള അങ്ങനെ ആ അജ്ഞാനം ആവുമ്പോൾ ആ സംസാര സാഗരത്തിൻ്റെ അപ്പുറത്തേക്ക് കിടക്കാൻ ആകെ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. എന്താ മാർഗം എന്ന് ചോദിക്കുകയാണ്. കര പറ്റാനുള്ള ഒരേ ഒരു കപ്പലാണുള്ളത്. ആ കപ്പലിൻ്റെ പേരാണ് എന്ത്, ശ്രീമൽ ഭാഗവതം എന്ന് പറഞ്ഞിട്ടൊരു കപ്പലുണ്ട്. ആ കപ്പലിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിക്കോളൂ. ഇപ്പം പരീക്ഷിച്ച് ചെയ്തത് ഈ സംസാര ദുഃഖം അകറ്റാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തത്, ഈ കപ്പലിൻ്റെ ഉള്ളിൽ കയറുക ചെയ്തേ. അങ്ങനെ ശ്രീമൽ ഭാഗവതത്തിലുള്ള ആ കപ്പലിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി ഇതിലുള്ള എല്ലാ കഥകളും ഞാൻ പറഞ്ഞു തന്നു. ഇനി വല്ലതും അറിയണോ പരീക്ഷിത്തേന്ന് ചോദിക്കുകയാണ്. ആ ഇത് ചോദിച്ചുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. അങ്ങനെ പ്രളയങ്ങളെ കുറിച്ചിട്ടാണ്. കുറച്ചും കൂടി വൈരാഗ്യം ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് പറയാം. ഒന്നും അവസാനം യാതൊന്നും ഉണ്ടാവില്ല, ഭഗവാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആദ്യം ഭഗവാൻ മാത്രമേ ഉണ്ടായുള്ളൂ, ഇനി അവസാനവും ഭഗവാൻ മാത്രമേ അവശേഷിക്കുള്ളൂ. അതുകൊണ്ട് ഈ ഇടയിൽ വന്നു പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് മനസ്സ് വിഷമിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതിനെ കുറിച്ച് ഒന്നും കൂടി ഉറപ്പിപ്പിച്ചു കൊടുത്തതാണ് പ്രളയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട്
പരീക്ഷത്തിന് ശ്രീ ശുഖബ്രഹ്മർഷി പറഞ്ഞ് ഉറപ്പിച്ചു കൊടുത്തു. അത് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.